ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറിനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിനും DGP സാറിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ സജിനയുടെ പുതിയൊരു വീഡിയോ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് സജിന മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും DGPക്കും അപേക്ഷയുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ദിയാസനയ്ക്കെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സജിനയുടെ ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കാണാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറിനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിനും DGP സാറിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സർ, നാളിതുവരെ ഞാൻ ഒരു വിക്റ്റിമായ ഒരു വ്യക്തി വന്ന് പബ്ലിക്കിലൊരു വീഡിയോ ആവട്ടെ, പോലീസ് സ്റ്റേഷനിലാവട്ടെ, ഓപ്പറേഷൻ തൂഫാനായിട്ടുള്ള അവരുടെ കോണ്ടാക്റ്റിലാവട്ടെ, ഇതിലെല്ലാം ഞാൻ വിളിച്ച് ഒരു വ്യക്തിമായ ഒരു വ്യക്തി വിളിച്ച് തെളിവ് സഹിതം കേരളത്തിലെ നമ്പർ 1 വനിതാ ഡീലറായ ദിയാസനയ്ക്കെതിരെ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. നാളിതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല. അവരെ ചെക്ക് ചെയ്യണമെന്നും ഞാൻ അപേക്ഷിക്കുകയാണ് സർ. അതുകൂടാതെ ഇപ്പോൾ എൻ്റെ പേരിലും കുറേ അലിഗേഷൻ വരുന്നുണ്ട്, ഞാനും ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. സർ, എന്നെയും പരിശോധിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇത് എനിക്ക് വേറൊരു മാർഗമില്ലാതെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സാറിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എൻ്റെ വീട്ടിൽ ഞാനൊരു വിക്റ്റിമാണ്. എൻ്റെ വീട്ടിൽ വന്ന് ദിയാസന ഫെബ്രുവരി 15 കുറച്ച് ഫ്രണ്ട്സുമായിട്ട് വന്നിട്ട് ദിയാസനയും വേറൊരു പയ്യനും കൂടി ഈ MDM യൂസ് ചെയ്തത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതും ആ നിമിഷം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു പേടിച്ച് വല്ലാത്ത അവസ്ഥയിൽ നിന്നും അത് എങ്ങനെ ഡീല് ചെയ്യണമെന്ന് എനിക്കറിയാതെ എങ്ങനെയെങ്കിലും ഇവരെ പറഞ്ഞയച്ചാൽ മതി എന്ന് പറഞ്ഞു നിൽക്കുന്ന രീതിയിൽ നിന്നപ്പോൾ പോലും എന്നെയും നിർബന്ധിച്ചു. എൻ്റെ കൂടെ ബിഗ് ബോസ് താരമായിട്ടുള്ള കുറച്ച് അവരെയും നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു ഇവർ. ഞാനതിന് തടസ്സം പറഞ്ഞു, എതിര് പറഞ്ഞു, ഞാൻ മാറി. അതിനുശേഷം അന്ന് അങ്ങനെ അങ്ങ് പോയി അവർ. അതിനുശേഷം വീണ്ടും ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരികയാണ് കുറച്ച് പേര് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെതിരെ ഞാൻ എതിർത്തത് കൊണ്ട് പുള്ളിക്കാരിക്ക് എൻ്റെ അടുത്ത് ദേഷ്യവും എൻ്റെ പേഴ്സണലായിട്ടുള്ള വീഡിയോസും വോയിസ് റെക്കോർഡും എല്ലാം വെളിയിലിട്ട് ഇത് വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തുമെന്നുള്ള കുറേ ഭീഷണിയുമായിട്ടാണ് അവർ വന്നത്. ദയവ് ചെയ്ത് സാർ, ഞാൻ ഈ പറയുന്നത് കള്ളമാണെങ്കിൽ സാർ, ഞങ്ങൾ രണ്ടുപേരെയും പരിശോധിക്കുക. ഇവിടുത്തെ ഏറ്റവും വലിയ വനിതാ ഡീലറിനെ ആയിരിക്കും സാർ ഇത് കാരണം നമ്മളുടെ കേരളത്തിന് തന്നെ കിട്ടുന്നത്. സജിന എന്താണ് സംസാരിക്കുന്നതെന്ന് സജിനയ്ക്ക് തന്നെ പിടിയില്ലെന്ന് തോന്നുന്നു. കാരണം ഈ വീഡിയോയ്ക്കകത്ത് മുഴുവൻ കേണപേക്ഷിക്കുന്നു. ഈ സംസാരത്തിനൊന്നും പരസ്പര ബന്ധമൊന്നും ഇല്ലാത്ത രീതിയിലാണ് സജിന സംസാരിക്കുന്നത്. ടെൻഷൻ കൊണ്ടാണോ അതോ ആകെ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണോ എന്തോ സംസാരം ഒന്നും ക്ലിയർ ആയിട്ടല്ല ഈ പറയുന്നത്. കാരണം ഇത് ആദ്യം തൊട്ട് അവസാനം വരെ കാണുന്നതിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, കേണപേക്ഷിക്കുന്നു സാർ, ഇതിന് നടപടിയെടുക്കണം, അതായത് ദിയാസനെ എങ്ങനെയും പിടിച്ച് അകത്തിടണം എന്ന ഒരു ചിന്തയിൽ മാത്രം പറയുന്ന വർത്തമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സർ, ഇതുപോലത്തുള്ള തെളിവ് സഹിതം വന്ന് ഒരു വിക്റ്റിമായ ഒരാൾ വന്ന് പറയുമ്പോൾ അത് നിയമ നടപടികൾ എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് സർ നിങ്ങളോട്. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ് നടത്തുന്ന നമ്മളുടെ കേരളത്തിനായാലും മറ്റൊരു മാതൃകയാവണം സാർ. ഇത് തെളിവ് സഹിതം പുള്ളിക്കാരിയെ ചെക്ക് ചെയ്താൽ പുള്ളിക്കാരി ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നും അവരെ അറസ്റ്റ് ചെയ്താൽ തെളിഞ്ഞതിന് ശേഷം അവരെ അറസ്റ്റ് ചെയ്താൽ പല ഡീലേഴ്സിനെയും പൊക്കാമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്കാവട്ടെ പല നല്ല ആൾക്കാർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാർ ഇത് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇത് എൻ്റെ അവസാന വീഡിയോ ആയിരിക്കും. ഇനി ഞാൻ ഇതിൻ്റെ പുറകെ നടക്കാൻ ഞാൻ എന്നെക്കൊണ്ട് മാക്സിമം കഴിയുന്ന, എന്നാൽ ഒരു പെണ്ണിനെ കൊണ്ട് കഴിയുന്ന ഒരു വിക്റ്റിമായ ഒരാൾ ഇതിന് മാക്സിമം ഞാൻ സംസാരിച്ചിട്ടുണ്ട് സാർ. ഇനിയെങ്കിലും ഞാൻ നിങ്ങൾ നിയമപടി എടുക്കുമെന്ന്, ഈ നാടിനെ നന്നാക്കുമെന്നും ഇതുപോലുള്ള ആൾക്കാരെ പിടിച്ച് അതിനെ നിയമവശമായി കൊണ്ടുവരുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ സംസാരിക്കുന്ന സംസാരം പോലും എന്നെ ഇപ്പോൾ ഭ്രാന്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സാർ.
അതുപോലെ തന്നെ എനിക്കും പേടിയുണ്ട് സർ. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും കൊണ്ടുവെക്കുമോ, വീട്ടുകാർക്ക് അപകടം വരുമോ, എനിക്ക് ഭയങ്കര പേടിയുണ്ട് സർ. അതുകൊണ്ട് ദയവായി സർ നിങ്ങളൊരു നടപടി എടുക്കണമെന്ന് കേണപേക്ഷിക്കുകയാണ് സർ. എന്തായാലും പരസ്പരം ചെടിവാരി എറിഞ്ഞെറിഞ്ഞ് മുഖ്യമന്ത്രിക്ക് വരെ പരാതിയുമായി പോകുന്ന ഒരു കണ്ടീഷനിൽ വരെ എത്തിയിരിക്കുകയാണ്. സജിന വിക്ടിമാണ് താനെന്നും താൻ ഇതിനു മുമ്പ് പരാതി നൽകിയിട്ട് ഇതുവരെ നടപടിയൊന്നും എടുത്തിട്ടില്ലെന്നുമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ദിയാസനെയാണ് സജിന നിശിതമായി വിമർശിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ പറയുന്നു. ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന്. ദിയാസനയെ അതിന്റെ പേരിൽ പൊക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 100% തെളിവുകൾ കിട്ടുമെന്നുമാണ് സജിന പറയുന്നത്. തന്നെയുമല്ല, സജിന തന്നെയും ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന ടെസ്റ്റിന് വിധേയമാക്കാനും പറയുന്നുണ്ട്. ദിയാസനെയും തന്നെയും ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണോ എന്ന് ടെസ്റ്റിന് വിധേയമാക്കുവാനും സജിന ഈ വീഡിയോയിലൂടെ പറയുന്നു. ഇനിയും സജിന ഇതിന്റെ പേരിൽ വീഡിയോ ചെയ്യില്ലെന്ന് പറയുന്നു. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ദിയാസനെയും സെയിം പറഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടി ഇവർ വീഡിയോ ഇടിയിൽ നിർത്തിയെങ്കിൽ നല്ലതായിരുന്നു. ഇനിയും എന്താണ് അടുത്ത നടപടിയെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.